ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ ടാരാസ് ടാരോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നിവിടെ റീഡ് ചെയ്യാൻ പോകുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, അതുപോലെ തന്നെ നെക്സ്റ്റ് ആക്ഷൻ. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്, അവർ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി എടുക്കുന്ന നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എന്നാണ്. ഓക്കെ, അപ്പോൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് ആ സമയം തൊട്ട് നിങ്ങൾക്കിത് റെസണേറ്റ് ആകുന്നതായിരിക്കും. അതുപോലെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി കാണുന്നവരാണെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രം ഈ റീഡിങ്ങിനെ എടുക്കുക. അതുപോലെ ഇതിൽ പറയുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഗൈഡൻസായി എടുക്കുക. നെഗറ്റീവ് കാര്യങ്ങൾ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത ശേഷം നിങ്ങൾ വീഡിയോയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പേഴ്സണൽ എനർജി നന്നായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗൈഡ് മീ മൈ ഗാർഡിയൻ ഏഞ്ചൽ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗൈഡ് മീ ഗാർഡിയൻ ഏഞ്ചൽ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? The Chariot, Nine of Swords, Five of Swords. സോഴ്സിൻ്റെ എനർജിയാണ് ഇവിടെ കൂടുതൽ കാണുന്നത്. എയർ സൈൻ ആണെന്ന് തോന്നുന്നു ഇവിടെ കൂടുതലായിട്ടും കാണുന്ന വ്യൂവേഴ്സ്. ജഡ്ജ്മെന്റ്, Six of Cups, Eight of Cups and Ace of Cups. മാസ്റ്റർ കാർഡ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത് ടു ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. ത്രീ ഓഫ് കപ്സ്, പേജ് ഓഫ് കപ്സ്. ഓക്കെ, അതായത് എനിക്ക് ഇവിടെ കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളെ കാണണം, അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും ഒരു ആക്ഷൻ എടുക്കണം എന്നൊക്കെ അവരുടെ മൈൻഡിലുണ്ട്. പക്ഷേ അവരത് നിങ്ങളോട് പ്രകടിപ്പിക്കുന്നില്ല. അതായത് അവർ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്, എൻ്റെ പാർട്ട്ണറെ കാണണം, സംസാരിക്കണം, അതുപോലെ തന്നെ കോണ്ടാക്റ്റ് ഇല്ലാത്തതോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറ്റി നിങ്ങളുമായിട്ട് പഴയതുപോലെ തന്നെ നല്ലൊരു ടുഗെദർനെസ് ഉണ്ടാകണം എന്നൊക്കെ അവർ മൈൻഡിൽ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അതിനുവേണ്ടി അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരത് നിങ്ങളോട് പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് എനിക്ക് കാണുന്നത്. അതായത് നിങ്ങൾ അവരും തമ്മിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടാകാം. അത് കാരണം അവരൊരു അതായത് ഒരു ഫിയറായിട്ട്, അതായത് ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ ഇരിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. അതായത് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും അതുപോലെ നിങ്ങൾ ഇനി നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നതിനൊക്കെ കുറിച്ചിട്ട് അവർക്കൊരു പേടിയുണ്ട്. അതിനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ എന്തോ ഒരു കോൺഫ്ലിക്റ്റ് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതുമല്ലെങ്കിൽ എന്തോ ഒരു സിറ്റുവേഷൻ കാരണം നിങ്ങൾക്കിടയിൽ നല്ല രീതിയിലൊരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പ്രോബ്ലത്തിൻ്റെ പേരിലാണ് അവരിപ്പോൾ ഡിപ്രഷനിലായിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത് ചിലപ്പോൾ അവരുടെ റീസൺ കൊണ്ടായിട്ടായിരിക്കാം ഈ പ്രോബ്ലം വന്നിട്ടുണ്ടാകുക. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ അവരൊരു ഗിൽറ്റി ഫീലും കൂടി ചെയ്യുന്നുണ്ട്. അതായത് അവർ നിങ്ങളോട് ചെയ്തത് തെറ്റായിപ്പോയി, ഇനിയിപ്പോൾ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ, പഴയ സ്നേഹം നിങ്ങൾക്ക് അവരോട് ഉണ്ടാകില്ലയോ, അങ്ങനെയൊക്കെ ഒരു വെറീസിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. പക്ഷേ അവർക്ക് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്ന് അവർ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ അവരത് ഒരു പേടിയായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. അതായത് നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. പക്ഷെ എന്നാലും അവർ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരും എന്ന് തന്നെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ അവർ റെഡിയാണ്. അതുപോലെ തന്നെ ഒരുപക്ഷെ മുന്നേ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്
അധികം എഫേർട്ടൊന്നും എടുത്തിട്ടുണ്ടാവില്ല, ഇതിൽ വലിയ റെസ്പോൺസിബിലിറ്റി ഒന്നും കാണിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ എടുക്കാൻ റെഡിയാണ് അവർ. അതുപോലെ തന്നെ ഇതൊരു സ്റ്റഡി ആയിട്ട് സ്റ്റേബിളായിട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് ഈ റിലേഷൻഷിപ്പിൽ ഒരു നല്ല ഗ്രോത്ത് വേണം, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം. അതായത് നിങ്ങൾ എങ്ങനെയാണോ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹവും വാല്യൂ ഒക്കെ, അതുപോലെ തന്നെ അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ച് അത് തരണം എന്നൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പാസ്റ്റിൽ ചെയ്ത എന്തെങ്കിലും കർമ്മയ്ക്ക് അവർക്ക് തിരിച്ചടി കിട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു ചിന്ത വന്നിട്ടുള്ളത്. അതായത് ചിലപ്പോൾ നിങ്ങളെ മൈൻഡ് ചെയ്യാതെ അവർ മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും അതുപോലെ വേറെ എന്തെങ്കിലും, അതായത് നിങ്ങൾക്ക് തീരെ വാല്യൂ തരാതെ, അതുപോലെ പ്രയോറിറ്റി ഒന്നും തരാതെ നിങ്ങളെ മാക്സിമം ഇഗ്നോർ ചെയ്യുന്ന രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അതൊക്കെ അവർക്ക് മനസ്സിലായി, അതിനുള്ള ഒരു കർമ്മ അവർ ഫേസ് ചെയ്തു എന്നാണ് പറയുന്നത്. ആ ഒരു കർമ്മ കൊണ്ടാണ് അവർക്കൊരു റീബർത്ത് പോലെ അവർക്ക് ഈ ഒരു ബന്ധം പുതിയതായിട്ട് വീണ്ടും നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നൊരു ചിന്ത അവർക്ക് വന്നിട്ടുണ്ട്. അതായത് അവർക്ക് മെൻ്റലി അവർക്കൊരു ഇന്നർ കോളിംഗ് വന്നിട്ടുണ്ട്. അതായത് ഇൻഡ്യൂഷൻ തന്നെ, അവർ മനസ്സുകൊണ്ട് തന്നെ അവർ ആരും പറയാതെ അവരായിട്ട് തന്നെ ചിന്തിച്ച് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകണം, എനിക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെയുള്ള ഒരു അവേക്കനിങ് അവർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാനും അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാനൊക്കെ അവർ റെഡി ആയിട്ടുള്ളത്. ഇവിടെ 6 ഓഫ് കപ്സിൻ്റെ കാർഡാണ്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും അതൊരിക്കലും അതൊരു ബ്രേക്കപ്പിലേക്ക് പോകില്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊരു സോൾ കണക്ഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലുള്ളായത്, അല്ലെങ്കിൽ മുന്നേ നിങ്ങൾക്ക് അറിയുന്ന പരിചയമുള്ള ആൾക്കാരോ ആയിരിക്കാം. അതായത് ഒരുപക്ഷെ നിങ്ങളെ കൂടെ പഠിച്ചത്, അല്ലെങ്കിൽ പഴയ പ്രീവിയസ് ആയിട്ടുള്ള കൊളീഗ്സ്, അതുമല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ പണ്ട് നിങ്ങൾ കണ്ടു വളർന്നവരായിരിക്കാം. അങ്ങനെ എന്തായാലും പാസ്റ്റിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഒന്നിക്കൽ ഈ ജന്മത്തിൽ തന്നെ പാസ്റ്റിൽ നിങ്ങൾക്ക് അവരുമായിട്ട് അറിയുന്നതായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ ഒരു കണക്ഷൻ നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഒരു കണക്ഷൻ ബ്രേക്കപ്പ് ആകില്ല. അതായത് സോൾ കണക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും, സോൾമേറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഒരു ബന്ധം മുറിഞ്ഞു പോകാൻ അവർ ആഗ്രഹിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ ഒരു ബന്ധത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. നിങ്ങൾ പ്രാക്ടിക്കലി നിങ്ങൾ ഒന്നോ രണ്ടോ മാസമോ അല്ലെങ്കിൽ 1-2 വർഷമോ മിണ്ടാതിരുന്നാലും അല്ലെങ്കിൽ കോണ്ടാക്ട് ഇല്ലാതിരുന്നാൽ പോലും അവരൊരിക്കലും ഈ ബന്ധം രണ്ട് വിധത്തിലേക്ക് പാതയിലേക്ക് പോകില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നമുക്ക്. അതായത് പാസ്റ്റ് മെമ്മറീസാണ് നമുക്കിതിനെ പറയുന്നത്. ഒരിക്കലും ഒരു നൊസ്റ്റാൾജിയൊക്കെ പറയില്ലേ, അതായത് ഒരിക്കലും ഈ ഒരു ബന്ധം നിന്ന് പോകില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ 8 ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്. 8 ഓഫ് കപ്സിൻ്റെ എനർജി നോർമലി പറയുന്നത് വാക്കവേയാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് വാക്കവേ ചെയ്യുന്നു എന്നല്ല ഇവിടെ അർത്ഥാക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സണലിലെ ലൈഫിൽ പല സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ടാകാം. തേർഡ് പാർട്ടീസ് മീൻസ് ഒരു വ്യക്തി എന്നല്ല ഞാൻ പറയുന്നത്, അവരെ കരിയർ റിലേറ്റഡ് ആയിട്ട്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഫാമിലി വൈസ് ആയിട്ടുള്ളതോ, അങ്ങനെ ഹെൽത്ത് വൈസ്, അങ്ങനെ പല സിറ്റുവേഷൻസ് കൂടെയും കടന്നു പോകുന്നതും അതിൻ്റേതായ പ്രോബ്ലംസ് കാരണമായിരിക്കാം നിങ്ങൾക്കിടയിൽ ഈ ഒരു ഇഗ്നോറിങ്ങും കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയൊക്കെ ഉണ്ടായിട്ടുണ്ടാകുക. പക്ഷെ ആ ഒരു ജഡ്ജ്മെൻ്റ് കാർഡ് പറഞ്ഞ പോലെ ആ ഒരു കാര്യങ്ങളൊക്കെ അവർ തിരിച്ചറിഞ്ഞ് അത് തിരുത്തി ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർ മൂവ് ഓൺ ചെയ്യുകയാണ്. അതായത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളടുത്തേക്കാണ് അവർ വരുന്നത്. അതൊക്കെ മാറ്റി വെച്ച് അതിലൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി അതൊക്കെ അതിനുള്ളൊരു പരിഹാരങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ അടുത്തുമായി നല്ലൊരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണം എന്ന് ആഗ്രഹിച്ചാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്, കണ്ടോ. ഏസ് ഓഫ് കപ്സ് എന്ന് വെച്ചാൽ ലവ്, കമ്പാഷൻ, ക്രിയേറ്റിവിറ്റി. അതായത് കപ്പ് നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും, നമ്മൾ സ്നേഹം നിറഞ്ഞൊഴുകുകയാണ്.
അതായത് ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് അവർക്ക് നിങ്ങളോടുള്ളത്. ഒരു കണ്ടീഷൻ, ഒരു നിങ്ങൾ അവരെ സ്നേഹിക്കണമെങ്കിൽ ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനിടയിൽ നല്ലൊരു ട്രസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ നല്ലൊരു സ്നേഹം ഒക്കെ ഉണ്ട്. അൺകണ്ടീഷണൽ ആയിട്ടുള്ള ട്രസ്റ്റ്, വാല്യൂ, റെസ്പെക്റ്റ് ഒക്കെ തന്നുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ ഒരു ബന്ധം നിങ്ങളുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫ്യൂച്ചറിലെ കാര്യങ്ങളാണ്. അതായത് ഫ്യൂച്ചറിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുമെന്നാണ് പറയുന്നത്. പ്രസൻ്റ്ലി ചെറിയൊരു കൺഫ്യൂഷൻ അവർക്കുണ്ട്. അതായത് അത് ഞാൻ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു കോൺഫ്ലിക്റ്റും ഇതിൻ്റെ ഒക്കെ പ്രശ്നം കൊണ്ട് അവർക്ക് ഇതൊക്കെ മനസ്സിലുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളോട് തുറന്ന് പറയാൻ അവർ റെഡിയല്ല. അവർക്ക് അതായത് അവരൊരു ഈഗോ പ്രോബ്ലം ഉള്ളത് കൊണ്ടായിരിക്കാം അവരെ വാല്യൂ താഴ്ന്നു പോകുമോ എന്നൊക്കെ. അതായത് നിങ്ങളെ മുന്നിൽ തോറ്റ് തന്നു കഴിഞ്ഞാൽ അവർക്ക് അവരെ വാല്യൂവിന് പ്രോബ്ലം വരും, അങ്ങനെയുള്ള ഒരു ചിന്താഗതി കൊണ്ടാണ് അവരത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ അവർ നിൽക്കുന്നത്. പക്ഷേ ഒന്നും നിങ്ങൾ വരിയിടാവേണ്ട ആവശ്യമില്ല. അവർ 100% നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. അല്ല, ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതും ഇപ്പോൾ ഉള്ള ഒരു ഇൻറ്റൻസിന് കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റും നല്ലൊരു ബന്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് നമുക്കിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.